ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഈസി ആയിട്ടുള്ളൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി സോസും പിന്നെ സോസ് കൂട്ടി കഴിക്കാൻ നല്ല കപ്പ വേവിച്ചതും. ഈ ഒരു സോസ് ഉണ്ടെങ്കിൽ കപ്പ എത്ര വേണമെങ്കിലും കഴിക്കാൻ കിട്ടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ആർക്ക് വേണമെങ്കിലും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും ഒരേമാതിരി കപ്പ പുഴുങ്ങുന്നതിനെക്കാട്ടും നല്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഈ സോസ് എല്ലാത്തിനും എടുക്കാൻ കേട്ടോ, കപ്പക്ക് മാത്രമല്ല. പക്ഷെ നമുക്ക് കപ്പ ഞാനിവിടെ 1 കിലോളം എടുത്തിട്ടുണ്ട്. പിന്നെ സോസിനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കപ്പ തൊലിയെല്ലാം പൊക്കിയതിന് ശേഷം കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ വേണം വെട്ടിയെടുക്കാൻ. നമ്മളങ്ങനെ കപ്പേനെ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എപ്പോഴും വേവിച്ചെടുക്കുന്ന പോലെ അങ്ങനെ പുഴുങ്ങി എടുക്കുകയല്ല ചെയ്യുന്നത്. ഉടച്ചെടുക്കാണ്ട് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് തന്നെ എടുക്കണം. ഈ ഒരു സോസ് കൂട്ടി കഴിക്കണമെങ്കിൽ ഇതുപോലെ വേവിച്ചെടുക്കണം. ഫസ്റ്റ് സ്റ്റൗ ഓണാക്കി വെള്ളം നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടെടുത്തതിന് ശേഷം നമുക്ക് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് കപ്പ വെന്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കണം. അതിന് ശേഷം കുറച്ച് മഞ്ഞളിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുടഞ്ഞ് ഒന്നും കൂടി നല്ലോണം വറ്റി വരുന്നവരെ വെക്കാം. അരിക്ക് പിടിക്കാതെ നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള നമ്മുടെ കിടിലൻ സോസാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാനിവിടെ മുളക് പൊടി, സോയാ സോസ്, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, പിന്നെ മെയിനായിട്ട് വെളുത്തുള്ളി വേണം. ഇവിടെ മുളക് പൊടി ഇതൊരു ടേബിൾ സ്പൂൺ ഫുള്ളാണ് ഉണ്ടാകും കേട്ടോ. നിങ്ങൾക്ക് എരിവ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് വെളുത്ത എള്ള് തന്നെ എടുക്കണം കേട്ടോ. അതുപോലെ 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, പിന്നെ 5-8 വെളുത്തുള്ളി അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സോയാ സോസ്, അതും 1 ടേബിൾ സ്പൂൺ. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് നോക്കി ചേർക്കണം. സോയാ സോസിൽ കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് നോക്കി ചേർത്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഓയിൽ എടുക്കേണ്ടത് നല്ലെണ്ണ തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണ് ആ സോസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓയിൽ നല്ലോണം ചൂടാക്കണം കേട്ടോ. ഇതുപോലെ നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സോസ്. കപ്പയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ദോശയോ ചപ്പാത്തിയോ പിന്നെ ബജ്ജിയോ ഏതായാലും ഇഡ്ഡലീൻ്റെ കൂടെ വരെ കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സോസാണിത്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ഉണ്ടോ നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയെല്ലാം നല്ല ആ ചൂടായ ഓയിലിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറാം. നല്ല ചൂടുള്ള സോസും അതുപോലെ ചൂടുള്ള കപ്പയും കൂടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ചൂടുള്ള കപ്പയും കൂടി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ കപ്പക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ചേമ്പ് പുഴുങ്ങിയത് അതുപോലെ മധുരക്കിഴങ്ങ് എല്ലാത്തിനും ഇത് നല്ലൊരു അടിപൊളി സോസാണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ. ഞാനിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇതുപോലെ ചൂടോടെ നല്ല ചൂട് സോസിൽ ഇതുപോലെ നല്ലോണം മുക്കി കഴിച്ച് നോക്കണം. ആഹാ, നല്ല
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യും.